എന്നും നിലനിൽക്കുന്ന വാക്കുകളും അയാളുടെ പെരുമാറ്റമാണ് ഏറ്റവും എവർലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ്. മണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയില്ല ഏറ്റവും നല്ല മണങ്ങൾ വ്യക്തിത്വത്തിൻ്റെ മണങ്ങൾ പറയുന്നത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും നല്ല സ്മരണകൾ എൻ്റെ ഉമ്മയാണ്. പ്രകൃതിനോട്ട് എങ്ങനെയാണ് പഴുക എന്നുള്ളതായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം മണ്ണിൽ കിടന്ന് ഉരുണ്ട് അത് കഴിഞ്ഞ ഉടനെ നേരെ പോയി കുളത്തിൽ പോയിട്ട് ഫിറ്റ്നസ്സിനോട് ഓടുക, ചാടുക, ഒരു മഴയും അതിപ്പോൾ ഞാനെന്നല്ല അന്ന് എൻ്റെ കൂടെ കളിച്ചിരുന്ന എല്ലാവരും, ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നല്ല, ഞങ്ങളെല്ലാവരും മഴയോട് അത്രമാത്രം ഇഷ്ടം. മണ്ണിനോട് ഏറ്റവും കൂടുതൽ പ്രണയവും ശരിക്കും മണ്ണിനോടാണ്. ഹലോ ആൻഡ് വെൽക്കം ടു ഡീറ്റെയിൽ. ഇവിടെ കാറ്റിന് സുഗന്ധം എന്ന് പണ്ട് കവി പാടിയിട്ടുണ്ട്. ഇന്നിവിടെ ഡീറ്റെയിലിൻ്റെ സെറ്റിലും നല്ല സുഗന്ധമാണ്. UAEയുടെ സുഗന്ധങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതിഥിയാണ് നമുക്കിന്ന് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു പെർഫ്യൂം മേക്കറാണ്. അതുകൂടാതെ അദ്ദേഹം ഒരു അത്ലീറ്റാണ്, ഫുട്ബോളർ, അതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തിന് സാംസ്കാരിക മേഖലകളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ശ്രീ യൂസഫ് മാടപ്പൻ എന്ന യൂസഫ് ഭായ് എന്ന് പറയുന്നതായിരിക്കും യൂസഫ് ഭായ്ക്ക് ഇഷ്ടമല്ലേ? അതെ. അസ്സലാമു അലൈക്കും എല്ലാവരോടും. വലൈക്കും സലാം. യൂസഫ് മടപ്പൻ, യൂസഫ് ഖാന്ന് വിളിക്കും. അതിൻ്റെ ഇപ്പോൾ ബ്രാൻഡായി എന്നെ എല്ലാവരും കൂടിയിട്ട് ബ്രാൻഡാക്കി. അതായത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ ജനങ്ങളെല്ലാവരും വിളിക്കുന്നത് യൂസഫ് ഭായ് എന്നാണ്. ഏറ്റവും കൂടുതൽ സെർച്ച് ഉണ്ടാകുന്നത് യൂട്യൂബിലും ഒക്കെ ഉണ്ട് യൂസഫ് ഭായ്. യൂസഫ് ഭായ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗൂഗിൾ പോലും പറഞ്ഞൊരു ആരാണെന്നുള്ളത്. അപ്പോൾ അത് കാരണം ആ ബ്രാൻഡ് ഞാൻ യൂസഫ് ഭായ് എന്നുള്ള. സാധാരണ ഒരു പെർഫ്യൂം കടയിൽ നിന്ന് യൂസഫ് ഭായിലേക്കുള്ള ഗ്രോത്ത് എങ്ങനെയായിരുന്നു? യൂസഫ് ഭായ് എന്നുള്ളത് ഒരു പക്ഷേ ആ തുടക്കം എൻ്റെ ഉമ്മയായിരിക്കും. എൻ്റെ ഉമ്മയുടെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ ഡെയിലി എൻ്റെ ഉമ്മ പരിസരങ്ങളിൽ എല്ലായിടത്തും പോകുന്ന ഒരേ വീട്ടിൽ നിന്നും എന്തെങ്കിലും, ഒരു പക്ഷേ അവിടുന്ന് പാൽ ചായ ആവാം, ഒരു പക്ഷേ കട്ടൻ ചായ ആവാം, അപ്പുറത്തുനിന്ന് പത്തിരി ആവാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചിട്ട് അവിടെ പോയത് കഴിക്കാനല്ല പോകുന്നത്. അവരെ വിവരങ്ങൾ അന്വേഷിക്കാൻ പോകുന്ന മാതിരി എന്നും കയറി ഇറങ്ങും. അതേ കൺസെപ്റ്റാണ് എൻ്റേത്. ഞാൻ എന്നും കടയിൽ വരുന്നേക്കാൾ മുമ്പ് കടയിൽ വന്നതിനെ മൊബൈൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നെക്സ്റ്റുള്ള എല്ലാ കടകളിലും ഞാൻ പോകും. അത് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ചായ വീട്ടിൽ നിന്നല്ല കുടിക്കുക, അടുത്ത ഷോപ്പിൽ പോയിട്ട് കുടിക്കുക. അത് ഏത് കട ദുബായിലെ ദേരയിൽ ഗോൾഡ് സൂക്കിൽ അവിടെയുള്ള എല്ലാവർക്കും അറിയാം. ആ പോകുമ്പോൾ ആ പരിസരങ്ങളിലുള്ള എല്ലാ കടയിലും ഹായ് അസ്സലാമു അലൈക്കും, ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ അവരെല്ലാവരും എന്നെ ആ സലാം പറയുമ്പോൾ ഹഗ് ചെയ്യും യൂസഫ് ഭായ് എന്നുള്ളത്. അങ്ങനെ എല്ലാവരും ചോദിക്കും യൂസഫ് ഭായിയുടെ കട എവിടെയാണ്, യൂസഫ് ഭായിയുടെ കടയാണ്. എൻ്റെ ബ്രാൻഡ് പേര് ആദ്യം കടയുടെ പേര് തീബ് ഇമറസ്, ദുബൈയുടെ സുഗന്ധം എന്നാണ് തീബ് ഇമറസ് എന്നതിൻ്റെ പേര്. പക്ഷേ യൂസഫ് ഭായ് എന്നാക്കിയത് ജനങ്ങളാക്കി മാറ്റിയപ്പോൾ ഞാൻ അവരുടെ കൂടെ അവരുടെ ഭായി ആയിട്ട് ഇപ്പോൾ ബ്രാൻഡായിട്ട് യൂസഫ് ഭായ് എന്നുണ്ട്. എത്ര വർഷമായി പ്രവാസ ജീവിതം തുടങ്ങിയിട്ട്? ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ നേരെ ഗൾഫിലോട്ട് കയറി. ആദ്യം ഖത്തറിൽ. ഖത്തറിൽ വന്നിട്ട് സ്റ്റാർട്ടിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്യേഷ്ഠന്മാർക്ക്, എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഹെൽത്ത് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഒരു ജ്യേഷ്ഠൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് സൂപ്പർ മാർക്കറ്റ്. ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അനിൽ എൻ്റെ മാസ്റ്ററാണ്, അതായത് ഫോട്ടോഗ്രാഫറിൻ്റെ പറയാം. അവിടെ പോയിട്ട് ഞാൻ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളും കളർ ഫോട്ടോകളും നെഗറ്റീവാണ്. വലിയ 120 ഫിലിം 3, അതായത് മാമിയ RB6 ക്യാമറ, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആ 3 കാലുള്ള നമ്മളിങ്ങനെ ഇത് പൊക്കുന്ന ഇതുണ്ടല്ലോ, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അത് എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നതും ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കളർ ചെയ്യുന്ന ഫോട്ടോ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളർ ചെയ്യുമ്പോൾ 2 കളർ ഉണ്ടാവുള്ളൂ. ഒന്ന് സ്കിന്നിൻ്റെ കളറും കൊടുക്കും, പിന്നെ ഒരു നീല കളറോ ചുവപ്പ് കളറോ ഏത് കളറോ ഷർട്ടിന് കൊടുക്കും. പക്ഷേ എൻ്റെ അടുത്ത് എന്നോട് കളർ ചെയ്യണ ഇഷ്ടമാണെന്ന് വെച്ചപ്പോൾ ഞാൻ ഒരു സമയം കളർ ചെയ്യാൻ വേണ്ടി എനിക്കൊരു ഫോട്ടോ അടിച്ച് തന്നു. ഒരു 30-40 സൈസ് ഫോട്ടോ അടിച്ച് തന്നു. അന്ന് ഇട്ടിരുന്ന ഇതേപോലെ കള്ളിയും പുള്ളിയൊക്കെ ഉള്ള ഷർട്ടാണ്. ഞാൻ എന്ത് ചെയ്തതെന്ന് അറിയോ, ഫേസിൻ്റെ ഷേഡോക്കുള്ള കളർ കൊടുത്തു. നമ്മൾ പഞ്ഞു കൊണ്ട് ഇങ്ങനെ കളർ ടോണിൻ്റെ ഓരോ ഷേഡോ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഷർട്ടുമിലേക്ക് നീങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അന്നിട്ടിരുന്ന കള്ളികളിലെല്ലാം എക്സ്ട്രാ വേറെ കളർ എടുത്തിട്ട് എനിക്ക് ആദ്യമായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ പഞ്ഞി എന്ന് പറയാം, ബ്രഷല്ല പറയാം നമ്മുടെ ഫോട്ടോഗ്രാഫിൽ. ആ പഞ്ഞി തന്ന മൂപ്പര് ഞെട്ടിച്ച് കളഞ്ഞു. അപ്പോൾ അന്ന്
എൻ്റെ അടുത്ത് കയ്യിൽ തന്നാണ്. കാരണം ആ ഒരു മാസം ഞാൻ മൂപ്പരുടെ കൂടെ എന്നോട് പറഞ്ഞു ഇവിടെ കൂടുമെന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ അടുത്ത് ചാവി തന്നിട്ട് പറഞ്ഞു, യൂസുഫേ ഇത് നോക്ക്, സ്റ്റുഡിയോ ഞാൻ നാട്ടിൽ പോയിട്ട് വരാം, സ്റ്റുഡിയോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയതാണ് ഈ കലയോടുള്ള പ്രണയം. അന്ന് ഫോട്ടോഗ്രാഫറായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അത് സുഗന്ധങ്ങൾക്ക് പിന്നെ ഞാൻ തിരിച്ചു വിട്ടുന്നു മാത്രമേ ഉള്ളൂ. യൂസുഫ് ഭായ് ഒരു അറിയപ്പെടുന്ന മോഡലും കൂടിയാണല്ലോ, അതും പറയണം. മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരടുത്താണ് മോഡലിംഗ് ഇല്ലാത്തത്? നമ്മളെല്ലാവരിലും നമ്മളുടെ, അതായത് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളുടെ സാധാരണ ഞാനിപ്പോൾ എന്ന് കടയിൽ ആര് വരുമ്പോൾ എല്ലാവർക്കും മോഡലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയും, നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ പോസിംഗ് ആണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മളെ കോൺഫിഡൻസ്. നമ്മൾ എക്സ്ട്രാ മോഡലിങ്ങിന് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അതിനെ എനർജിയോടുകൂടി കാണിക്കുമ്പോൾ പോസ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ശരിക്കും മോഡലിങ്. ആർക്കും ആവാം. പിന്നെ ഈ താടി നിരയി ഈ പ്രായത്തിലൊക്കെ ഇത് കാട്ടിക്കൂട്ടാന്നുണ്ടെങ്കിൽ അതിനാണ് മോഡലിങ്. അതിനാണ് ഓരോ പ്രായത്തിനും നമ്മൾ ആ ആറ്റിറ്റ്യൂഡ്, ആ സ്വഭാവം കാണിക്കുമ്പോൾ ഇയാൾ എക്സ്ട്രാ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളിതൊക്കെ ഒളിഞ്ഞു കെടുക്കേണ്ട, അതിനെ നിങ്ങൾ പോളിഷ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവും റിസൾട്ട്. നമ്മളിലുള്ള പ്ലസ്സിനെ നമ്മളതിനെ ചെയ്തുകൊണ്ടിരിക്കുക. മോഡലിംഗ് ആവട്ടെ, ഫിറ്റ്നസ് ആവട്ടെ, നിങ്ങളൊരിക്കലും കരുതരുത് 1 മണിക്കൂറാണ് മോഡലിംഗ്, അല്ലെങ്കിൽ 1 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട്. ഒരു ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ് അല്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഫുൾ ഡേ ലൈഫാണ് ശരിക്കും ഒരു ഫിറ്റ്നസ്. അതായത് ചിലർ നമ്മൾ 1 മണിക്കൂർ പോയിട്ട് ഫിറ്റ്നസ് ജിമ്മിൽ പോകും, വെയിറ്റ് അടിച്ചിട്ട് വന്നിട്ട് വാരി വലിച്ചിട്ട് ഭക്ഷണം കഴിക്കലും പിന്നെ വന്നിട്ട് കിടന്നുറങ്ങലും പിന്നെ ബാക്കിയുള്ളതിൻ്റെ നടത്തോ ഇരുത്തോ, അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനൊരു ഫിറ്റ്നസ് മാനാണ്. അപ്പോൾ എനിക്കിത് ഇന്നത് കഴിക്കാൻ പാടും, ഇന്ന മാതിരി ഡ്രസ്സ് ചെയ്യണം, എന്നെ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കണം എന്നുള്ള കോൺഫിഡൻസും അത് നോക്കിക്കഴിഞ്ഞിട്ട് ആ മനസ്സിലത് ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം സ്റ്റെപ്പുകൾ ഉപയോഗിക്കുക, ലിഫ്റ്റ് ഉപയോഗിക്കാതെ. ലിഫ്റ്റ് ഉപയോഗിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നിങ്ങൾ എസ്കലേറ്റർ ഒക്കെ നിങ്ങൾ ഇതാക്കിയിട്ട് നിങ്ങൾ സ്റ്റെപ്പുകൾ ഉപയോഗിക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫിറ്റ്നസ് കൊണ്ടു നടക്കുക, നടക്കാൻ ശ്രമിക്കുക, ഇരിക്കുമ്പോഴും ഡ്രസ്സിങ്ങിലും. നിങ്ങൾ ഒരു ഷർട്ട്, എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ഷർട്ട് നമുക്ക് XXL ഇട്ടാൽ തന്നെ നമ്മളൊരു അലസനായി തോന്നും. നിങ്ങളുടെ ശരീരത്തിന് ചേരുന്ന ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ സംതിങ് ലുക്ക് ഫീൽ ബെറ്റർ. അത് തന്നെയാണ് നമ്മളുടെ, അതൊക്കെ ഫിറ്റ്നസിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, പലർക്കും പല കാഴ്ചപ്പാടായിരിക്കും. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും, കഴിക്കുന്ന ഭക്ഷണത്തിൽ, നടക്കുന്നതിൽ, പെരുമാറ്റത്തിൽ, എല്ലാത്തിലും ഫിറ്റ്നസ് മാൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവും. പിന്നെ എപ്പോഴും നിങ്ങളൊരു വ്യക്തി, നിങ്ങൾ 4 ആളെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങൾ വാട്ടെവർ, പ്രശസ്തനാവട്ടെ അല്ലാത്തവനാവട്ടെ. അപ്പോൾ നിങ്ങൾ അതിങ്ങനെ നോക്കുന്തോറും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, എന്നെ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോൾ ഒന്നുകൂടി ഞാൻ പുഞ്ചിരി നന്നാക്കണം, പെരുമാറാൻ നന്നാക്കണം, എൻ്റെ ഡ്രസ്സ് നന്നാവണം. അതുതന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസ്സിൻ്റെ ഒരു ഭാഗം. ശരീര സൗന്ദര്യമാണ് യഥാർത്ഥത്തിൽ സൗന്ദര്യം. ഏറ്റവും നല്ല സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ശരീര സൗന്ദര്യമാണ് എൻ്റെ കൺസെപ്റ്റ്. അതിനേക്കാൾ ഇന്നർ നമ്മളുടെ ഒരാളുടെ പെരുമാറ്റ രീതി, അതായത് അയാളുടെ പെരുമാറ്റങ്ങളായിരിക്കും ഏറ്റവും നല്ല സുഗന്ധങ്ങൾ. ഏറ്റവും നല്ല സുഗന്ധങ്ങൾ എന്നെ പലരും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, അയാളുടെ പെരുമാറ്റ രീതിയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് എവർ ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ്. എന്നും നിലനിൽക്കുന്ന വാക്കുകളും അയാളുടെ പെരുമാറ്റമാണ് ഏറ്റവും എവർ ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ്. ഒരുപക്ഷെ ഞാനടിച്ച പെർഫ്യൂം ഞാൻ ചിലപ്പോൾ ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ വാക്കുകളും ഞാൻ നിങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്തു അതായിരിക്കാം, അത് വിടക്ക് മണമാവും, നല്ല മണമാവും. നിങ്ങളേറ്റ് ഞാൻ പെരുമാറുന്ന പെരുമാറ്റ രീതിയായിരിക്കും പേഴ്സണാലിറ്റിയുടെ സുഗന്ധം. അതാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രാഗ്രൻസ് ഇൻ ദ വേൾഡ്. ഡോക്ടർ ഓഫ് ഫ്രേഗ്രൻസസ് എന്നുള്ള ഒരു വിശേഷണം യൂസുഫ് ഭായിയെ കുറിച്ച് പറയാറുണ്ടല്ലോ. എങ്ങനെയാണ് യൂസുഫ് ഭായിക്ക് ഇങ്ങനെ ഈ ഒരു മാജിക്ക് കാണിക്കാൻ പറ്റുന്നത്? ഏത് മണവും യൂസുഫ് ഭായിയുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ യൂസുഫ് ഭായി അത് ഉണ്ടാക്കി തരും എന്നുള്ള ഒരു ഉണ്ടല്ലോ. അത് ആദ്യമായിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാം, പടച്ചവനോട് സ്തുതി പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കിതിനോട് പ്രണയമാണ്, അത്രമാത്രം പ്രണയമാണ്. ഞാൻ ഇരിക്കുന്നിടത്തും നിൽക്കുന്നിടത്തും ഞാൻ പെരുമാറുന്ന എല്ലാ ഏരിയയിലും സുഗന്ധങ്ങളുണ്ടെന്നുള്ള കൺസെപ്റ്റാണ്. ലോകത്ത് എന്തെങ്കിലും മണമില്ലാത്തൊരു സാധനം ശാലിനിക്ക് പറയാൻ പറ്റും? പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും പറയാം. ലോകത്ത് മണമില്ലാത്തതൊന്നുമില്ല. നമ്മൾ നിങ്ങളുടെ സ്കിന്നിൽ നമ്മളുടെ ഓരോ വ്യക്തികളുടെ, എൻ്റെ അനിയൻ്റെയും എൻ്റെ ജ്യേഷ്ഠൻ്റെ മണവും എൻ്റെ മണവും മൂന്ന് മണമാണ്.
നമ്മളുടെ സ്കിന്ന്, ഈ കാണുന്ന ലെതർ, ഈ പ്ലാസ്റ്റിക്, ഇരുമ്പ്, എല്ലാത്തിനും മണമുണ്ട്. നമ്മളൊരു ഫാക്ടറിയിൽ പോകുമ്പോൾ, ലെതർ ഫാക്ടറി പോകുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. മരക്കമ്പനിയിൽ പോകുമ്പോൾ മരത്തിൻ്റെ മണം, നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ ബീച്ചിൻ്റെ മണം. നമുക്ക് എല്ലാ മണങ്ങളും നമ്മളതിനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിനെ മനസ്സിലാക്കിയെടുക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ശരിയാണല്ലോ, അതിന് മണമുണ്ട്, ഇതിന് മണമുണ്ട്, എല്ലാത്തിനും മണമില്ലാത്ത ലോകത്ത് ഒരു സംഭവമില്ല. വെള്ളത്തിന് മണമുണ്ടോ എന്ന് വെച്ചാൽ യെസ്, വെള്ളത്തിന് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയല്ലാന്ന് പഠിക്കും. പക്ഷെ അതിനെന്തോ ഒരു അല്ലേ, നമ്മളെല്ലാത്തിനും എല്ലാ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മളങ്ങ് എല്ലാത്തിനും മണങ്ങളുണ്ട്. മണങ്ങളില്ലാത്ത ലോകത്ത് ഒരു സംഭവമില്ല. എല്ലാത്തിനും മണങ്ങളുണ്ടാവും. അത് നമ്മളതിനൊക്കെ ഓരോന്നും പെട്രോളിന് മണങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ മണങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, എല്ലാത്തിനും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ മണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ മണങ്ങളില്ലാത്ത ഒരു വസ്തു ഇന്ന് ലോകത്തില്ല എന്നുള്ള. അപ്പോൾ അതിനെ പ്രണയിച്ച് കഴിഞ്ഞാൽ അത് ഇന്നതാണെന്ന് തിരിച്ചറിയാനുള്ള കാരണം ഓരോ വ്യക്തികൾക്കും, ലോകത്തുള്ള എല്ലാ വ്യക്തികളും, പിറന്നു വീഴുന്ന കുട്ടികൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന നോളജ് എന്താണ്? അതാണ് ചോദ്യം. എന്താണ്? എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അവരുടെ മൂക്ക് കൊണ്ട് സ്വന്തം അമ്മനെ തിരിച്ചറിയുന്ന ഫസ്റ്റ് നോളജ്. ആ ഫസ്റ്റ് നോളജിനെ മറന്നിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാത്തടത്തോളം കാലം നമുക്ക് അതാണ് പ്രശ്നം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ള. നമ്മളതിൽ ശ്വസിക്കുന്നു വിടുന്നല്ല. പക്ഷെ നമ്മുടെ ആദ്യമായിട്ടുള്ള തിരിച്ചറിവ് ഗന്ധമാണ്. ഗന്ധം ഏറ്റവും, എൻ്റെ അഭിപ്രായത്തിൽ ആർട്സിൻ്റെ ഏറ്റവും മേലെ നിൽക്കുന്നത്, ആർട്സ് ശൂന്യതയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്മരണകളിൽ നിന്ന് മണങ്ങൾ ഉണ്ടാക്കുന്നത്, അതായിരിക്കും ഏറ്റവും വലിയ ആർട്ടിസ്റ്റ്. ഇപ്പോൾ ചില മണങ്ങളെ കൊണ്ട്, എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മണം കൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ എനിക്കുണ്ടാക്കാം, ഒരുപാട് വ്യക്തികളെ എനിക്കുണ്ടാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭക്ഷണം പോലും നിങ്ങളുടെ കൺമുമ്പിൽ എനിക്ക് അതിന് ആപ്പിളാവട്ടെ അല്ലെങ്കിൽ പൈനാപ്പിൾ ആവട്ടെ, അതിന് ഫ്രാഗ്രൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈനാപ്പിളിൻ്റെ ചിത്രം നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങൾ അച്ഛൻ ഉപയോഗിച്ചൊരു പെർഫ്യൂം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ പെർഫ്യൂം എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ ചിത്രങ്ങളും അച്ഛൻ്റെ കാലഘട്ടങ്ങളും എനിക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആർട്സ്, വൺ ഓഫ് ദ ബെസ്റ്റ് ആർട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, ആസ് എ പെർഫ്യൂമർ എന്ന നിലക്കും ഞാൻ ചാലഞ്ച് ചെയ്യും. എൻ്റെ അഭിപ്രായത്തിലും ഗന്ധമാണ്. ഡെയിലി ഒരു 200 ഗന്ധങ്ങളെങ്കിലും ഏകദേശം. പക്ഷെ ഞാൻ തമാശയാണെങ്കിലും കൂടെ എന്തുകൊണ്ട്, കാരണം ഇന്നിപ്പോൾ എല്ലാത്തിനും ഗിന്നസ് റെക്കോർഡുകളെല്ലാം ഉണ്ട്. എന്നെ പറിച്ച് പറയണമെന്ന് ഞാൻ പൊങ്ങച്ചതിന് വേണ്ടി പറയണല്ല. ഡെയിലി 200 ഫ്രാഗ്രൻസ് ഉണ്ടാക്കുന്നൊരു മനുഷ്യനാണ്. നമ്മളതിനു വേണ്ടി മത്സരിക്കാനോ അടിക്കാനൊന്നല്ല പറയുന്നത്. പക്ഷേ ആ ഒരു ഫീൽഡിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മണം അത് കസ്റ്റമൈസ്ഡാണ്. വാട്ടെവർ എന്താണ് യൂസുഫായുടെ ആൾക്കാർ വന്ന് ആവശ്യപ്പെടാറ്? ശരിക്കും എങ്ങനെയാണ് ആവശ്യപ്പെടാറ്? അതായത് എനിക്ക് നല്ല മണം വേണമെന്നാണ് എല്ലാവരും പറയാം. എനിക്കൊരു നല്ല മണം ഉണ്ടാക്കി തരണം എന്ന് പറയും. പക്ഷേ ആ നല്ല മണം ഉണ്ടാക്കി തരാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. എനിക്ക് ടോപ്പ് നോട്ട് ഇത് വേണം, ബേസ് നോട്ട് ഇത് വേണം, അല്ലെന്നുണ്ടെങ്കിൽ മിഡിൽ നോട്ട് ഇത് വേണം, ഇതിൽ സിട്രസ് വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ വുഡി നോട്ട് വേണമെന്ന് പറയാനൊന്നും നമ്മുടെ ജനങ്ങൾ, സാധാരണക്കാരനൊക്കെ അറിയില്ല. അവർ പറയും എനിക്ക് ഫോർ എക്സാമ്പിൾ കൂൾ വാട്ടർ മാതിരിയുള്ളയോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ചാർലി, അല്ലെന്നുണ്ടെങ്കിൽ പഴയ ഏതെങ്കിലും വനീല മാതിരിയുള്ള ഏതെങ്കിലുമൊക്കെ മണങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബ്രാൻഡിൻ്റെ പേര് പറയുമ്പോൾ എനിക്കറിയാം അത് അവർക്ക് ഏത് മണമാണ് ഇഷ്ടമുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അല്ലാതെ അവർ ഒരിക്കലും നമ്മളുടെ, കാരണം അത് മാത്രം അവർക്ക് അത്ര, എനിക്ക് പോലും ആ നോളജ് ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ ഒരു ബ്രാൻഡിൻ്റെ നോളജായിരുന്നു, ഈ ബ്രാൻഡിൻ്റെ മണം ഉണ്ടാക്കലായിരുന്നു ഞാൻ ചെയ്തത്. ശരിക്കും പെർഫ്യൂമേഴ്സ് ചെയ്യുന്നത് അവരതിൻ്റെ ടോപ്പ് നോട്ട് മിഡിൽ നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തടത്തോളം കാലം നമുക്കത് കിട്ടിയിട്ട് കാര്യമില്ല. പറഞ്ഞ് മനസ്സിലാക്കാം. ബേസിക്കായിട്ട് കുറേ തിയറികളുണ്ട് ഇതിനോ പഠിക്കാൻ. ഞാനതല്ല, ഞാൻ പ്രാക്ടിക്കലായിട്ട് ജനങ്ങളിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന്, ഗോൾഡ് സൂക്കിൽ നിന്നും, ഈ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ ജനിച്ചുകൊണ്ട് ഒക്കെ ആയിരിക്കാം ഒരുപാട് സ്പൈസിയും. ഞങ്ങൾ ചാവക്കാട് ബീച്ച് കടപ്പുറത്താണ് എൻ്റെ വീട്. ബീച്ചിൽ നിന്നുള്ള തുടക്കമാണ്. ഒരുപക്ഷെ എൻ്റെ ഉപ്പ ഒരു കമ്മീഷൻ ഏജൻറ്റ് ഫിഷിൻ്റെ. എൻ്റെ ഉപ്പ, ഞാൻ പലയിടത്തും പറഞ്ഞുള്ളതാണ്, എൻ്റെ ഉപ്പ മറ്റുള്ള മണങ്ങളിൽ നിന്ന്, ഈ മീനിൻ്റെ മണങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരിക്കാം സുഗന്ധങ്ങളിലേക്ക് മൂപ്പര് എപ്പോഴും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ്. കാരണം എന്താ പറയുക, ഫീൽ ചെയ്യും. കാരണം എൻ്റെ ജോലി ഇതാണല്ലോ.
അപ്പോൾ പള്ളിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ പോകുമ്പോഴും എപ്പോഴും പെർഫ്യൂം, നല്ല ഡ്രസ്സ് ഇടുക, പെർഫ്യൂം ഇടുക. കാരണം ആ ഒരു ഫീലിൽ നിന്ന് മാറുന്നതാണല്ലോ. അപ്പോൾ ആ മണങ്ങൾ എപ്പോഴും നമ്മളിപ്പോൾ പെർഫ്യൂം ഉപയോഗിക്കുക, മണങ്ങൾ രാസനാദിപ്പൊടി ഉപയോഗിക്കുക, ചന്ദനം തൈലം തേക്കുക, രാമച്ചത്തിൻ്റെ ഇത് ഉപയോഗിക്കുക. അതൊക്കെ അങ്ങനെയുള്ള ഉപ്പാക്ക് ഉപ്പാടെ അലമാരകൾ നോക്കിക്കഴിഞ്ഞാൽ ചാർലി, ബ്രൂട്ട്, ജന്നത്തുൽ ഫിർദൗസ്, അന്നത്തെ എല്ലാ ഫേമസ് പെർഫ്യൂമുകളും അന്നത്തെ അതെനിക്ക് എപ്പോഴും ബ്രൂട്ടിൻ്റെ കുപ്പി കണ്ടാൽ എൻ്റെ ഉപ്പാന് എനിക്ക് ഓർമ്മ വരും. അല്ലെന്നുണ്ടെങ്കിൽ രാമച്ചത്തിൻ്റെ മണം കേട്ട് ഞാൻ എൻ്റെ ഉപ്പാന് ഓർമ്മ വരും. അപ്പോൾ തന്നെ രാസനാദിപ്പൊടി തലേ തേക്കുന്നൊരു പൊടിയുണ്ട്, എൻ്റെ ഉപ്പാനൊക്കെ ഓർമ്മ വരും. അവിടെ നിന്നുള്ള മലയാളി എന്നുള്ള നിലയ്ക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ പോകുന്ന മണങ്ങളിൽ പെട്ടാണ് ഫ്രഷ് സ്മെല്ല്, പച്ച മണങ്ങൾ ഭയങ്കര. അതായത് യൂറോപ്യൻസ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ ചീമക്കൊത്തിനോട് പോലും സാമ്യമുണ്ട്. നമ്മുടെ ഗ്രാസ്, പച്ച മണ്ണ്, ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടം ജനങ്ങൾക്ക്. ലൈം എൻ്റെ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നൊക്കെ മതിൽക്കെട്ടായി. അന്ന് വേലിക്കെട്ടുകൾക്ക് ചീമക്കൊന്നുണ്ട്, നീലൂരുണ്ട്, പിന്നെ ചെമ്പരത്തിപ്പൂ ഉണ്ടാവും, അമ്മ മുല്ലപ്പൂവിൻ്റെ സാധനം വളരാറുണ്ട്, പിന്നെ ഒരുപാട് ചെടികൾ. പിന്നെ മാങ്ങ, തറവാട്ടിൽ എത്ര തരം മാങ്ങ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാങ്ങാ മണം എന്നല്ലേ പറയുള്ളൂ. മാങ്ങനെ പറ്റി അറിയുന്നതിനോട് മാങ്ങയുടെ ചുരുങ്ങിയത് 200 മണം പറയാൻ പറ്റും. വെളുത്ത് മൂവാണ്ടൻ, കറുത്ത മൂവാണ്ടൻ, വളൂർ, കുറേ പേരുണ്ട്, എനിക്ക് കറക്റ്റായില്ല. അതിൽ തന്നെ എത്ര ടൈപ്പ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിമാങ്ങ, മൂത്ത മാങ്ങ, പഴുത്ത മാങ്ങ, അതിലൊക്കെ ഇതൊക്കെ ഈ മണങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും വാചകടിച്ച് പറയുന്നത് അറിയാം. എൻ്റെ അടുത്തിൻ്റെ എല്ലാ നോട്ട്സുകളും ഉണ്ട്. കണ്ണിമകയുടെ മണം വേണം എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കച്ചാമാങ്ങ, അതായത് പച്ചമാങ്ങ എന്ന് പറയുന്നത് പച്ചമാങ്ങ, അതിൻ്റെ മണമുണ്ട്. പഴുത്ത മാങ്ങയുടെ ഇതുണ്ട്, അതിനേക്കാൾ പഴുത്തതുണ്ട്. മണ്ണിൻ്റെ മണത്തിൽ പുതുമണം ഇതിൻ്റെ മണ്ണിൻ്റെ മണമുണ്ട്. മണ്ണിൽ നനഞ്ഞ് മഴ പെയ്തിറങ്ങി ആ മഡ്, നമ്മുടെ എൻ്റെ അടുത്ത് മഡിൻ്റെ കുറേ മണങ്ങളുണ്ട്. അതേപോലെ മണങ്ങളുടെ കളക്ഷനാണ് എനിക്കുള്ളത്. ഞാൻ പറയുന്നത് ലോകത്തെ എല്ലാ മണങ്ങളുടെ കളക്ഷൻ ഞാനിപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണങ്ങളെ. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എവിടെയാണ് ഞാൻ പോകുന്നത് എവിടെയാണ് എനിക്ക് അറിയില്ല. എന്നാലും എൻ്റെ വാചകടിച്ചിൽ നിങ്ങൾ എന്നെ സഹിക്കാന്നുള്ളതാണ് സംഭവം. അങ്ങനെയല്ല, എൻ്റെ ഒരു മണങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് എത്തുന്നത് എനിക്ക് തന്നെ അറിയില്ല. യൂസഫ് ഭായിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള മണം എന്താ? ഇപ്പോൾ മണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയില്ല, ഏറ്റവും നല്ല മണങ്ങൾ വ്യക്തിത്വത്തിൻ്റെ മണങ്ങൾ പറയുന്ന ഒരു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും നല്ല സ്മരണകൾ എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ തന്നെയാണ് ഏറ്റവും എന്നെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി. കാരണം എപ്പോഴും എൻ്റെ ഉപ്പ പറയാറുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ മക്കളെ എവിടെ പോയി കഴിഞ്ഞാലും ഉപ്പാരുടെ തന്താരുടെ പേരും ചൂരും കളയരുത്. ചൂര് മീൻസ് ശരിക്കുള്ള അത് മലയാള ഭാഷ, ഞങ്ങളുടെ നാടൻ ചാവക്കാട് ഭാഷ ഉള്ള പോലെ എനിക്കറിയില്ല എങ്ങനെയാണ് എനിക്ക് എക്സ്പ്ലനേഷൻ തരുന്നത്. ചൂര് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സാധാരണക്കാർ പറയും മണം തന്നെയാണ്. പക്ഷെ ആ പേരും ചൂരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം അവരുടെ ഗന്ധങ്ങൾ, അവരുടെ പെരുമാറ്റ രീതിയാവാം, അവരുടെ പ്രൗഢയാവാം, അവരുടെ ആഠിത്യമാവാം, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതിനെ കളങ്കം വരുത്തരുത്. തന്തതള്ളാരുടെ പേരും ചൂരും കളയരുതെന്ന് പറയാറ്. അതാണ് ശരിക്കുള്ള മണം. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഉമ്മ, ദെൻ മൈ ഫാദർ, അതായിരിക്കും ഏറ്റവും നല്ല സുഗന്ധം. കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? മഴ കൊള്ളാനൊക്കെ ഇഷ്ടമായിരുന്നു? ഏതൊക്കെ മണങ്ങളാണ് സ്വാധീനിച്ചത്? സ്കൂളിൽ കറക്റ്റായിട്ട് പോണ ആളെന്നല്ലായിരുന്നു ഞാൻ. സ്കൂള് ഏകദേശമൊക്കെ ഞങ്ങൾ മണത്തല പള്ളിക്കാട് എന്ന് പറയും, ജുമാഅത്ത് കമ്മിറ്റി. ഇപ്പോൾ അന്ന് മതിൽക്കെട്ടുകളില്ല. ഓരോ വീടിൻ്റെ മുറ്റം ഇറങ്ങിയിട്ട് ഞങ്ങൾ പോവുക. ചുരുങ്ങിയത് 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഉണ്ട് അവിടെ നടക്കാൻ. 3 കിലോമീറ്റർ ഉണ്ടോ. അപ്പോൾ നടന്നിട്ട് ഞാൻ, എൻ്റെ സഹോദരി എന്ന് പറഞ്ഞ പെങ്ങന്മാർ, മൂത്താപ്പയുടെ മക്കൾ, ഞങ്ങൾ ആരെങ്കിലുമൊക്കെ കൂടിയിട്ട് നടന്നിട്ട് പോവുക. അപ്പോൾ പോകുമ്പോഴൊക്കെ ഈ കയ്യിലൊരു വടിയൊക്കെ ഉണ്ടാവും. പോകുമ്പോൾ ആ വടി ഈ ഓരോ മരത്തിൽ പഠിക്കലാന്ന് പറഞ്ഞാൽ അടിക്കുക. എന്നിട്ട് അങ്ങനെ നമ്മളുടെ ആ കുട്ടിക്കാലങ്ങൾ എന്നിട്ട് പോയിട്ടിരിക്കുക എന്ന് പറയും. ക്ലാസ്സിലേക്കല്ല നേരെ പോവുക, പള്ളിക്കാട്ടിൽ പോയിട്ടിരിക്കുക. ചില ദിവസങ്ങൾ ക്ലാസ് കട്ടായി കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് എവിടെ പോകാൻ, സിനിമക്ക് പോകാൻ പറ്റുമെന്ന്. അന്ന് ഒളിച്ചിരിക്കലാണ് ക്ലാസ് കട്ട് ചെയ്യൽ. എന്തുകൊണ്ടാണോ അന്ന് ഈ പള്ളിക്കാട്ടിൽ ഇതേമാതിരി ഈ നീണ്ടൊരിതുണ്ട്, ഇങ്ങനെ നമ്മളൊരു നീണ്ട വള്ളിയുള്ള എന്താണ് അതിന് പറയില്ല, എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ സക്ക് ചെയ്യും. അതിൻ്റെയൊക്കെ ടേസ്റ്റുകൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ്. കർഗാമ്പൂ, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഈ നമ്മളെ തേന് വലിക്കണ ഇതുണ്ട്, നമ്മളെ എന്താണ് അതിൻ്റെ പറയുക, കൊങ്ങിണിപ്പൂ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ഈ പള്ളിക്കാട്ടിൽ നിന്നും കുറേ സാധനങ്ങൾ, ആ മണങ്ങളൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ അന്ന് ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അന്ന് ചെടികളോടും ഈ
മഴ കൊള്ളാത്ത ഞാൻ ലൈഫിൽ കുട പിടിച്ചൊരു ഓർമ്മ എനിക്ക് ഉണ്ടാവില്ല. ഫുട്ബോൾ കളിക്കുമ്പോഴാവട്ടെ പ്രകൃതിനോട്ട് എങ്ങനെയാണ് പഴുക എന്നുള്ളതായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം മണ്ണിൽ കിടന്ന് ഉരുണ്ട് അത് കഴിഞ്ഞ ഉടനെ നേരെ പോയി കുളത്തിൽ പോയിട്ട് ഫിറ്റ്നസ്സിനോട് ഓടുക, ചാടുക, കുളി. ഒരു മഴയും അതിപ്പോൾ ഞാനെന്നല്ല, അന്ന് എൻ്റെ കൂടെ കളിച്ചിരുന്ന എല്ലാവരും, ഞങ്ങളുടെ ഫാമിലി എന്നല്ല, ഞങ്ങളെല്ലാവരും മഴയോട് അത്രമാത്രം ഇഷ്ടം. മണ്ണിനോട് ഏറ്റവും കൂടുതൽ പ്രണയവും ശരിക്കും മണ്ണിനോടാണ്. അത് ശരിക്കും ജനിച്ചു വളർന്ന ഭാഗം പള്ളിക്കാട്, ഞങ്ങളുടെ മെയിൻ പള്ളി ഇതുണ്ട്, അവിടെ ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ കളിച്ചിരുന്നത്. ഫുട്ബോൾ കളിയും ഫിറ്റ്നസ്സും. ഞങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ കാണാത്തൊരു സംഭവമുണ്ട്. അന്ന് ഞങ്ങൾ അത്ലറ്റ്സ് ക്ലബ്ബുകൾ തമ്മിൽ അത്ലറ്റ്സ് മീറ്റ് ഉണ്ടാവാറ്, മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഷോർട്ട് പുട്ട് ഉണ്ടാവും, എന്തെങ്കിലും വലിയ കല്ലെടുത്തിട്ട് എറിയൽ. കല്ലെടുത്തിട്ടാണ് അന്ന് ഷോർട്ട് പുട്ട് മേടിക്കാൻ പറ്റില്ല. ജാവലിൻ ത്രോ അന്ന് ഉണ്ടാവുക ചീമക്കൊന്നയുടെ മടി ഇതാക്കിയിട്ട് എറിയലാണ്. പോൾ വാൾട്ട് ചാടുക, ചീമക്കൊന്ന വെട്ടിയിട്ട് ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് ആണി അടിച്ചിട്ട് മുണ്ണാണി അടിച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നു. ഇതൊന്നും ഇന്നില്ല. എവിടെ നമ്മളിതൊക്കെ നിർത്തി നമ്മുടെ ഫിറ്റ്നസ് പോയി എന്നുള്ളതാണ്. പക്ഷെ ഞാനിപ്പോഴും ഇതൊക്കെ പോയി കഴിഞ്ഞത് എവിടെ ഏത് ഗ്രൗണ്ട് എവിടെ ചാടാൻ പറ്റും അവിടെയൊക്കെ ചാടും. എവിടെ ഫിറ്റ്നസ് ഉണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും മത്സരങ്ങളുണ്ട് അവിടെ പോകും. അതൊക്കെയാണ് എന്നെ ശരിക്കും ഒരു പക്ഷേ ഈ മണങ്ങളിലേക്ക് അടുപ്പിച്ചതും. മണങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ബോഡിപരമായിട്ടും നിങ്ങളുടെ മൂക്കും നിങ്ങളുടെ നാസേന്ദ്രിയം എന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നുണ്ട് ശരിക്കും. അതും ഫ്രഷായിരിക്കണം. നിങ്ങൾ സ്മോക്കോ ഡ്രിങ്ക്സോ മറ്റുള്ളതൊന്നും നിങ്ങളുടെ നാവിന് ടേസ്റ്റ് തിരിച്ചറിയണം. നാവിന് ടേസ്റ്റ് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ എല്ലാ ടേസ്റ്റും തിരിച്ചറിയുന്നത് ശരിക്കും ഈ ഭാഗമാണ് നമ്മുടെ. അപ്പോൾ അത് ക്ലീനായിരിക്കണം, ഫ്രഷായിരിക്കണം. അപ്പോൾ അത് ആ ക്രിയേറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നും ഒരുവിധം ബീച്ചിൽ പോകും, ഫ്രഷ് എയർ വലിക്കും, ഓടുമ്പോഴും ചാടുമ്പോഴൊക്കെ ഫിറ്റ്നസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നിങ്ങളിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റും നിങ്ങളുടെ ബോഡി മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, ശരിക്കും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാവണം. എന്നാലേ എൻ്റെ അഭിപ്രായത്തിൽ റിസൾട്ട് ഉണ്ടാവും. പറഞ്ഞു മനസ്സിലായ? എന്നിരുന്നാലോ സങ്കടങ്ങളിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ നമുക്ക് നിങ്ങളൊരു വെറും ഇന്നത്തെ ഞാനതിനെ നിരുത്സാഹപ്പെടുത്തുന്ന കുട്ടികൾ മത്സരിച്ച് ഫസ്റ്റ് കിട്ടില്ല എന്ന് വെച്ചിട്ട് ആത്മഹത്യ കിട്ടുന്നവരുണ്ട്, റാങ്ക് കിട്ടില്ല എന്ന് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. ശരിക്കും സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഞാൻ എന്നും ജയിക്കുന്നവനല്ല. ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ 2 ഗോളിന് തോറ്റിട്ടുണ്ട്, 5 ഗോളിന് തോറ്റിട്ടുണ്ടാവും. ചില ദിവസം ജയിക്കും. ഞാൻ 100 മീറ്റർ ഓടിയിട്ട് ഞാൻ ജയിച്ചിട്ടുണ്ടാവും, ഞാൻ തോറ്റിട്ടുണ്ടാവും. പക്ഷേ പിറ്റത്തെ മത്സരത്തിന് ഞാൻ തയ്യാറെടുക്കുക, അതിനോട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് ശരിക്കും യഥാർത്ഥത്തിൽ പഠിക്കുന്നവൻക്കും ചെയ്യുന്നവൻ്റെ പ്രവൃത്തിയിൽ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആവാമെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഡീറ്റെയിലിനൊപ്പം തുടരുക. യൂസഫ് ഭായ് നമ്മോടൊപ്പം തുടരും അടുത്ത എപ്പിസോഡിൽ.